കർത്താവിൽ പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിന് നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ ആഴ്ചകളിൽ കർത്താവ് നമ്മളെ നടത്തി. പുതിയ ആഴ്ച, ഈ തിങ്കളാഴ്ച ജയത്തിൻ്റെ ദിവസമാക്കി. കർത്താവിനെ ജയത്തോടെ നടത്തും എന്നാഗ്രഹിക്കുന്ന മുഴുവൻ പേരെ കർത്താവ് ജയത്തോടെ തന്നെ നടത്തുക ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ വാഗൊണ്ടെന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ നല്ലതേ വരത്തുള്ളൂ. എൻ്റെ ഭവനത്തിൽ എനിക്ക് നല്ലതേ വരത്തുള്ളൂ. എൻ്റെ തലമുറയിൽ എനിക്ക് നല്ലതേ വരത്തുള്ളൂ. ചിലരൊക്കെ നിനക്ക് ദോഷമായിട്ട് പ്രവർത്തിക്കുമെന്ന് നീ വിചാരിച്ചിരിക്കുകയാണോ? തൊടത്തില്ല. ആമേൻ, നിന്നെ തൊടത്തില്ല. ആമേൻ. നീ നല്ലതൊക്കെ ചെയ്തിട്ടും ആരും നിന്നെ അംഗീകരിച്ചില്ലായിരിക്കാം. അംഗീകരിക്കണ്ട. ആമേൻ. നിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സ്നേഹത്തോടെ ചെയ്തത് പലർക്കും ആമേൻ ഉപദ്രവമായി തീർന്ന രീതിയിലായി. പക്ഷേ ആമേൻ, ദൈവം നിന്നെ അറിയുന്നു. ദൈവം നിൻ്റെ ഹൃദയത്തെ അറിയുന്നു. ദൈവം നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്നത്, നിൻ്റെ ഹൃദയത്തിൽ നീ ആഗ്രഹിക്കുന്ന എന്താണെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ തന്നെ മറുഭാഗം ആമേൻ, നിൻ്റെ ഹൃദയത്തെ ദൈവം അറിയുന്നുണ്ട്. നിൻ്റെ ലക്ഷ്യം, നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ദൈവത്തിനറിയാം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമുക്കൊന്ന് സമർപ്പിക്കാം. ഈ ഒരാഴ്ച കർത്താവേ, എൻ്റെ പ്ലാനല്ല നടക്കേണ്ടിയേ, കർത്താവ് എന്താ ആഗ്രഹിക്കുന്നു അതെൻ്റെ ഹൃദയത്തിൽ നിന്ന് സന്തോഷത്തോടെ ചെയ്യാൻ. ചില ഭാരമൊക്കെ കയറി ഇന്ന് എന്തായിത്തീരുമെന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ട്. ഇല്ല, കർത്താവ് ഉണ്ടെന്നേ. കർത്താവ് എനിക്ക് വേണ്ടിയുണ്ട്. കർത്താവ് നിൻ്റെ തലമുറയ്ക്ക് വേണ്ടിയുണ്ട്. ഇത് കേൾക്കുന്നത് ആമേൻ ഇന്ത്യയിൽ മാത്രമല്ല, പല രാജ്യങ്ങളിലിരുന്ന് നിങ്ങളിത് കേൾക്കുമ്പോൾ ആമേൻ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് പ്രവർത്തിക്കാൻ യേശു മതിയായവനാണ്. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ യേശു മതിയായവനാണ്. ആമേൻ. ഒന്നുകൂടെ പറഞ്ഞേ, എൻ്റെ ജീവിതത്തിൽ നല്ലതേ എൻ്റെ ജീവിതത്തിൽ വരത്തുള്ളൂ. എനിക്ക് വേണ്ടി കർത്താവ് ഉണ്ടെന്നേ. ദൈവവചനത്തിൽ 1 ദിനവൃത്താന്തം 28:9 പറയാണ്, ദാവീദ് തൻ്റെ മകനായ ശലോമോനോട് പറയാണ്, ശലോമോനെ, നീ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, നമ്മൾ ഹൃദയത്തിൽ നിന്ന് ചെയ്യുന്നതാണ് കർത്താവ് കാണുന്നത്. വചനം പറയാണ്, പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവ ചെയ്യുക, നല്ല മനസ്സോടും കൂടി സേവിക്കുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, ചിലതൊക്കെ ചെയ്യുന്നുണ്ട്, മനസ്സോടെയാണോ ചെയ്യുന്നത്? ജോലി ചെയ്യാൻ പോവുക, ഇന്ന് ജോലി സ്ഥലത്തോട്ട് ചെല്ലുമ്പം എല്ലാവരെയും ശത്രുവിനെ പോലെ കാണരുത്. നല്ല ഹൃദയത്തിൽ സന്തോഷത്തോടു കൂടി. ഇനി നിന്നെ ആരെങ്കിലും ശത്രുവായിട്ട് കണ്ടാലും നിൻ്റെ ഹൃദയം അറിയുന്നൊരു ദൈവമുണ്ട്. എവിടെ നീ നിന്ദിക്കപ്പെട്ടോ അവിടെ ദൈവം നിന്നെ മാനിച്ചിരിക്കും. താഴോട്ട് പറയാണ്, യഹോവ സർവ്വഹൃദയങ്ങളും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും. കർത്താവിനെ അന്വേഷിക്കുന്ന, കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്ത, ആമേൻ, കർത്താവ് നിൻ്റെ ഹൃദയത്തെ അറിയുന്നുണ്ട്. വീണ്ടും ഞാൻ പറയാം, ആമേൻ, നീ അവനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവനെ കണ്ടെത്തുക തന്നെ ചെയ്യും. കണ്ടെത്തുക മാത്രമല്ല, നിനക്ക് വേണ്ടിയ നന്മയും കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്നിത് കേൾക്കുന്നതിനോട് പറയട്ടെ, നീ അന്വേഷിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ വചനം കേൾക്കുന്നത്. നീ അന്വേഷിച്ചത് കൊണ്ടാണ് ആമേൻ, നീ തീരാൻ പോവില്ലായിരുന്നോ? ജീവിതം തന്നെ മടുത്തിരിക്കുകയല്ലായിരുന്നോ? നീ ഇനി എവിടെ നിന്നൊരു വഴി നീ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ വചനം നീ കേൾക്കുന്നത്. ആമേൻ, നിനക്ക് വേണ്ടി ആമേൻ നീ കണ്ടെത്തിയ ഈ വഴി, ആമേൻ, ഇത് ദൈവവചനമാണ്. ആമേൻ, ഞങ്ങളുടെ അടുത്ത് വന്നാൽ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വചനത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി വചനമാകുന്ന യേശു ആമേൻ വെളിപ്പെടുക തന്നെ ചെയ്യും. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര പ്രതിസന്ധിയാണെങ്കിലും ആമേൻ, ഈ ദിവസങ്ങളിൽ കർത്താവ് നിന്നെ അത്ഭുതമാക്കാൻ പോവുക. കാരണം ദൈവം നിൻ്റെ ഹൃദയത്തെ അറിയുന്നു, നിൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ അറിയുന്നു, നിൻ്റെ ആവശ്യങ്ങളെ ദൈവത്തിന് അറിയാം. ഈ ആഴ്ച കണ്ടോണം, നീ കർത്താവിൽ സന്തോഷത്തോടെ, ചില ഭാരത്തോടെയൊക്കെയാണ് കഴിഞ്ഞ നാളുകൾ പലതും ചെയ്തത്. പക്ഷെ സന്തോഷത്തോടെ ചെയ്യുമ്പോൾ ഹൃദയം അറിയുന്ന കർത്താവ് ആമേൻ നിന്നെ ഒരു അത്ഭുതമാക്കാൻ പോവുക. നിൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും വലിയൊരു വർധനവ് കർത്താവ് തരാൻ പോവുക. കർത്താവ് നിന്നെ മാനിക്കാൻ പോവുക. ആമേൻ. ഈ വചനം പറയുമ്പോൾ ആമേൻ, നമുക്കറിയാം, ആ ഭാഗം വായിക്കുമ്പോൾ അവിടെ പറയാണ്, ശലോമോനെ ദൈവം ആലയം പണിയിക്കുവാൻ തന്നെ ഉപയോഗിക്കാൻ പോവുക. ഇന്നിത് കേൾക്കുന്ന മുഴുവൻ പേരും പറയട്ടെ, നിന്നെ ചില പണിക്ക് കർത്താവ് നിർത്താൻ പോവുക. ആമേൻ, നീ മുഖാന്തരം ചില വലിയ കാര്യങ്ങൾ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുക. കാരണം നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കാൻ പോവുക. ആമേൻ. കാരണം ആമേൻ നിന്നിലൂടെ ദൈവപ്രവൃത്തി കാണാൻ പോവുക അനേകർ.
ആമേൻ. ആമേൻ. ശലോമോൻ ആമേൻ ആലയം പണിയാൻ പോവുക. എന്നാൽ ഞാനും നിങ്ങളും ആമേൻ ഇന്ന് വരെ പണിയാത്ത ചിലത് പണിയാൻ പോവുക. ആമേൻ. ആമേൻ എന്ന് പറഞ്ഞേ. ആമേൻ പറഞ്ഞേ. ആമേൻ. നീ ഇന്ന് വരെ ചെയ്യാത്ത ചില വലിയ വൻ കാര്യങ്ങൾ കർത്താവ് നിൻ്റെ കയ്യാൽ ചെയ്യാൻ പോവുക. ഇന്നിത് കേൾക്കുമ്പോൾ നമ്മളിലൂടെയും കർത്താവ് ചില വലിയ പ്രവൃത്തികൾ ചെയ്യാൻ പോവുക. വീണ്ടും ഞാൻ പറയട്ടെ, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ആമേൻ, അന്വേഷിക്കുന്ന നിന്നിലൂടെ ദൈവം ചില വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവുക. യേശുവിനെ അന്വേഷിക്കുന്ന ആമേൻ നിന്നിലൂടെ ദൈവം ചില വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവുക. സുഹൃത്ത് ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 23-24 വാക്യങ്ങൾ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്താലും മനുഷ്യർക്കെന്ന പോലെ അല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ. അവകാശം എന്ന പ്രതിഫലം കർത്താവിൽ നിന്ന് പ്രാപിക്കും എന്ന് അറിയുവീൻ. അവകാശം പ്രാപിക്കാൻ മനുഷ്യർക്കെന്ന പോലെ അല്ല, കർത്താവിനെന്ന പോലെ എന്ത് ചെയ്താലും ഈ ആഴ്ച ചെയ്യുന്നതിലൊക്കെയും കർത്താവിൻ്റെ കരം നിങ്ങൾ കാണാൻ പോവുക, അനുഭവിക്കാൻ പോവുക. റെഡിയാണ്? നിങ്ങൾ ചെയ്തിട്ട് അങ്ങോട്ട് പെർഫെക്റ്റ് ആകുന്നില്ലേ? നിങ്ങൾ ചെയ്തിട്ട് അതിനൊരു പെർഫെക്ഷൻ കിട്ടുന്നില്ലേ? പരിശുദ്ധാത്മാവ് സഹായിക്കാനുണ്ട്. ആമേൻ. വചനം പറയാണ്, നിങ്ങൾ എന്ത് ചെയ്താലും മനുഷ്യർക്കെന്നല്ല, നിങ്ങൾ എന്ത് ചെയ്താലും മനുഷ്യർക്കെന്ന പോലെ അല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യും. ദൈവം നിൻ്റെ ഹൃദയത്തെ അറിയുന്നത്, ദൈവം നിൻ്റെ മനസ്സിനെ അറിയുന്നത്, ദൈവം നിന്നെ അറിയുന്നത്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പറയുന്നത്, നല്ല മനസ്സോടുകൂടെ ചെയ്യുക. കർത്താവിനെ സേവിക്കുന്നവർ നല്ല മനസ്സോടുകൂടി. ആരെയും കാണിക്കാനുള്ളതല്ല നീ, ആർക്കോ വേണ്ടിയല്ല. ആരൊക്കെയോ വരുമ്പം അവരുടെ മുമ്പിൽ വലിയ ആളായി കാണിക്കാൻ. നോ, നീ രഹസ്യത്തിൽ ചെയ്യുന്നത് ദൈവം പരസ്യത്തിൽ മാനിക്കും. നീ രഹസ്യത്തിൽ ഹൃദയത്തിൽ നിന്ന് ചെയ്ത പലതും ഈ ദിവസങ്ങൾ ദൈവം നിന്നെ മാനിക്കാൻ പോകും. ദൈവം ചില പുതുവഴികൾ തുറക്കാൻ പോകും. കർത്താവിനെന്നവണ്ണം നമുക്ക് ചെയ്യാം. ഈ ആഴ്ച ആമേൻ ജയത്തോടെ കർത്താവ് നടത്തട്ടെ, അത്ഭുതത്തോടെ കർത്താവ് നടത്തട്ടെ. ഈ എല്ലാ ദിവസവും ടുഡേയ്സ് ബ്ലെസ്സിങ് വേർഡ് എന്ന ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ ആമേൻ, ഈ വചനം നിങ്ങൾ ആശ്രയിക്കുമ്പോൾ, വചനത്തിൽ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ ഈ വചനം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുക. നമുക്കൊന്ന് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ലവനും വിശ്വസ്തനുമായ കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് ഈ ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ തന്ന ഭാഗ്യത്തിനായി നന്ദി. വചനം ജീവിപ്പിക്കുന്ന വചനമാണ് കർത്താവേ. ഇന്നിത് പറഞ്ഞെങ്കിൽ കർത്താവേ ആമേൻ, ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ്, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരല്ല ഞങ്ങൾ കർത്താവിനെന്നവണ്ണം മനസ്സോടെ ചെയ്യുന്നവരാണ് കർത്താവ്. ഈ ദിവസങ്ങളിൽ എല്ലാ മേഖലകളിലും കർത്താവ് മാനിക്കുന്നതിനായി സ്തോത്രം. നിന്ദിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്നിടത്ത് കർത്താവെ അങ്ങ് മാനിച്ചു നടത്തുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാൽ നിറയ്ക്കണം ഈ ആഴ്ച. ജയത്തിൻ്റെ, അത്ഭുതത്തിൻ്റെ, വീര്യപ്രവൃത്തിയുടെ കർത്താവ് മാനിക്കുന്ന ആഴ്ചയാക്കി സ്വർഗം മാറ്റിയതിനായി നന്ദി. അനുഗ്രഹിക്കുകയാണ്. സകല നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ ദിവസം ഇത് കേൾക്കുമ്പോൾ ആമേൻ ടുഡേയ്സ് ബ്ലെസ്സിങ് വേർഡ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉറപ്പായിട്ടും മറ്റുള്ളവർക്കും ഇത് അനുഗ്രഹമായിരിക്കും. കൂടാതെ ഇന്ന് വരെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. നാളെ ചൊവ്വാഴ്ച നമുക്ക് ഒരുമിച്ച് കൂടാം. കർത്താവ് അനുഗ്രഹിക്കും.